ആര്യന്മാർ കേരളത്തിലെത്തിയതുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും BC അവസാന നൂറ്റാണ്ടുകളിലാണ് ആര്യന്മാർ കേരളത്തിലെത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരോടൊപ്പം തന്നെ അവർ വിശ്വസിച്ചിരുന്ന ആധ്യാത്മിക തത്വങ്ങളും ആരാധനാ രീതികളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ കേരളത്തിലെ ആര്യമതത്തിലെത്തി. നാട്ടുകാരായ രാജാക്കന്മാരും പ്രഭുക്കന്മാരുമൊക്കെ ഇവരെ ആധ്യാത്മിക മാർഗദർശികളായ പുരോഹിതന്മാരായിട്ട് കണ്ട് അംഗീകരിച്ച് ആരാധിച്ചു. പിതൃപ്രീതിക്കും ദേവപ്രീതിക്കുമായിട്ട് ഇവരെ കൊണ്ട് വൈദിക കർമ്മങ്ങൾ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തിച്ചു. അതുവരെ നാട്ടുകാരുടെ ആരാധനാ മൂർത്തികളായിരുന്ന, അതായത് ആര്യന്മാരുടേതല്ലാത്ത ആരാധനാ മൂർത്തികളെ അല്ലെങ്കിൽ ദേവതകളെ പൂജാവിധികളോടെ ആര്യമതത്തിലേക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. ഇത് ആര്യ സംസ്കാരത്തിൻ്റെയും ദ്രാവിഡ സംസ്കാരത്തിൻ്റെയും സമന്വയത്തിന് അല്ലെങ്കിൽ കൂടിക്കലരുന്നതിന് കാരണമായി തീർന്നു. ശിവനെ രുദ്രനോടും മുരുകനെ സുബ്രഹ്മണ്യനോടും മായോനെ വിഷ്ണുവിനോടും അയ്യനെ ശാസ്താവിനോടും ബന്ധപ്പെടുത്തി. ഇത്തരത്തിൽ പക്ഷേ പുതുതായി ഉൾക്കൊണ്ട ദേവതകളെ യാഗശാലയിൽ ആവാഹിച്ച് ആരാധിക്കുകയല്ല അവർ ചെയ്തു.